ജീവിതത്തിൽ ആകെ വിശ്വസിക്കാവുന്നത് കണ്ണാടിയെയും നിഴലിനെയും മാത്രം. കാരണം കണ്ണാടി കള്ളം പറയില്ല, നിഴൽ പിണങ്ങിപ്പോവില്ല. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും മോശം സാധ്യതകൾ മാത്രം നിങ്ങൾ സങ്കൽപ്പിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തുഷ്ടനാകാൻ നിങ്ങൾക്ക് കഴിയില്ല. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോൾ മുൻപുണ്ടായിരുന്ന മധുരമില്ലെങ്കിൽ ഒരിക്കലും അത് കിട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും. ആരുടെയെങ്കിലും സങ്കടത്തിനു കാരണം നിങ്ങളാണെങ്കിൽ അവരെ നോക്കി പുഞ്ചിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവസരങ്ങളെ പലപ്പോഴും നമ്മൾ തേടി നടക്കാറാണ് പതിവ്. എന്നാൽ ചിലപ്പോൾ അവസരങ്ങൾ നമ്മെ തേടി വരാറുണ്ട്. അവ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ മറക്കരുത്. ബന്ധങ്ങളുടെ മൂല്യം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാരണമാകാറുണ്ട്. എത്ര പെട്ടെന്നാണ് ചില ബന്ധങ്ങളെല്ലാം ഒന്നുമല്ലാതായിത്തീരുന്നതും ചില വിശ്വാസങ്ങൾ നഷ്ടമാകുന്നതും ചില സ്നേഹം അന്യമാകുന്നതും. മറക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം ചില ഓർമ്മകൾ കൂടുതൽ തീക്ഷ്ണമായി നമ്മെ മുറിവേൽപ്പിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആകുന്നതുവരെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. പുഞ്ചിരി മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കുവാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ജീവിതത്തിൽ എല്ലാം കൊണ്ടും നിങ്ങൾ ഒറ്റപ്പെടുമ്പോഴാണ് യഥാർത്ഥ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും കാലം പിടിച്ചു വെച്ചത് എന്തിനായിരുന്നു എന്ന്. നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വിലയെപ്പറ്റി ഓർക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കാം, ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. ജനിച്ചാൽ സ്നേഹിക്കണം എന്നത് അനിവാര്യമാണ്. അത് ആരോടെങ്കിലും ആവാം എന്നതിൽ നിന്നും മാറി സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം എന്ന വാക്കും ആശയവും ശരിക്കും പൂർണ്ണതയിൽ എത്തുന്നത്. ഒരു സ്ത്രീ തൻ്റെ പുരുഷനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി സ്നേഹിക്കുകയും അയാളുടെ വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുകയുമാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ആ സ്ത്രീയെ സ്നേഹിക്കും. ചിലരുടെ കണ്ണുകൾ ആരും കാണാതെ നിറയും. ആരും അറിയാതെ പോകുന്ന ആ കണ്ണുനീർ തുള്ളികൾക്ക് ഒരുപക്ഷെ ഒരുപാട് സ്നേഹത്തിൻ്റെ മധുരമായിരിക്കും. മോശമായി സംസാരിക്കാതിരിക്കാൻ നമ്മുടെ നിശബ്ദത മാത്രമേ ആവശ്യമുള്ളൂ. ഒരു നല്ല സുഹൃത്തിന് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളോട് എന്താണ് പ്രശ്നം എന്ന് പറയാൻ കഴിയും.